A grand welcome to Outcomes Edis Online. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സിലബസിലെ മാത്തമാറ്റിക്സ് യൂണിറ്റ് 1 നമ്പർ സിസ്റ്റം. റൈറ്റ്. സോ വാട്ട് ഈസ് എ നമ്പർ സിസ്റ്റം? സോ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്ര തരം നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് റിയൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. നമ്പറിനെ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. One is rational number and other is irrational numbers. So what is a real number? Any number on the number line can be called as a real number. Number line ലുള്ള ഏതൊരു നമ്പറിനെയും നമുക്ക് റിയൽ നമ്പർ എന്ന് പറയാം. ഫസ്റ്റ് ഞാൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. Let this be our number line. Okay. ഇനി ഈ നമ്പർ ലൈനിനെ ഡിവൈഡ് ചെയ്യാണ്. Let this start from 0. അപ്പൊ ഞാൻ ഇയാളെ 0 എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഡിവിഷൻ 1, 2, again 3, 4, then 5, 6, 7, 8. This goes on. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 0 ന്ന്. അപ്പൊ നമ്പർ ലൈനിന്റെ RHS ഏതൊക്കെ വരും? 1, 2, 3, 4, 5, 6 and this goes on to infinity. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. അതായത് 0ന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഞാൻ ഇയാൾ എന്ത് എഴുതി? -1, then -2, -3, then -4, -5, -6 and this goes on. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ ലൈനിൽ. അപ്പൊ നമ്പർ ലൈൻ എന്തുണ്ട്? 0 ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അതായത് 1, 2, 3, 4 എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. -1, -2, -3, -4, -5 and goes on. Okay. അപ്പൊ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ബിറ്റ്വീൻ 0 and 1 എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈ 0ന്റെയും 1ന്റെയും ഇടയിൽ, അല്ലെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടയിൽ, അതല്ലെങ്കിൽ 0യുടെയും -1ന്റെയും ഇടയിൽ എത്ര നമ്പർ ഉണ്ട്? നമുക്ക് പറയാം we have infinite numbers. In between 0 and 1 we have 0.5. Right. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഈ 0 and 1. ഞാൻ ഈ നമ്പർ ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. ഇതായിക്കോട്ടെ നമ്മുടെ 0. റൈറ്റ്. ഇതായിക്കോട്ടെ 1. അപ്പൊ ഞാൻ എന്താ അവിടെ ചെയ്തത്? ഞാൻ ഈ ലെങ്ത് ഇൻ ബിറ്റ്വീൻ 0 and 1 ഈ ഗ്യാപ്പിനെ ഒന്ന് വലുതാക്കി വരച്ചു. അതായത് നമ്പർ ലൈനിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് പറയാം ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയാം. 0.1 ഉണ്ട്, then we have 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8. അപ്പൊ ഇൻ ബിറ്റ്വീൻ 0 and 0.1 എത്ര നമ്പേഴ്സ് ഉണ്ട്? അതും ഇൻഫിനിറ്റ് നമ്പർ. കാരണം ഇതിന്റെ ഇടയിലുള്ള നമ്പർ ഞാനിത് വീണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇത് നമ്മുടെ 0, ഇത് 0.1 ആണ് വിചാരിക്കുക. നമ്മളിപ്പോ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഈ 0യുടെയും 0.1ന്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? വി ഹാവ് ഇൻഫിനിറ്റ് നമ്പേഴ്സ്. ദാറ്റ് ഈസ് 0.01. അത് ഇതിന്റെ ഇടയിലുള്ള നമ്പർ ആണ്. അല്ലെങ്കിൽ 0.001, അതല്ലെങ്കിൽ 0.000001. ഈ നമ്പർ എല്ലാം 0ന്റെയും 0.1ന്റെയും ഇടയിലുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം റിയൽ നമ്പർ ആണ്. 0 റിയൽ നമ്പർ ആണ്, 1 റിയൽ നമ്പർ ആണ്, -1 റിയൽ നമ്പർ ആണ്, -2 റിയൽ നമ്പർ ആണ്, 0.5 റിയൽ നമ്പർ ആണ്, 0.000001. This is a real number. 0.001 is a real number. 0.01 is a real number. All are real number. 1ന്റെയും 2ന്റെയും ഇടയിലൊക്കെ നമ്പർ ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ √2. വാട്ട്സ് ദ വാല്യൂ ഓഫ് √2? √2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.41421. This is goes on. Right. So this is 1.41421 and dot 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 dot. ഇവിടെ എല്ലാ നമ്പർ ഉണ്ട്. ഈ വാല്യൂ ഇവിടെ ലൈ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ 1 and 2. So √2 is a real number. So 0.5 real number ആണ്, √2 real number ആണ്, 2 real number ആണ്. So any number marking on this number line can be called as a real number. So all numbers in this number line are real number. That may be either a rational number or an irrational number. ഇവിടെ 0, 1, 2, 3, 4 എല്ലാം rational number ആണ്. ഈ √2 that is 1.41421. This is an irrational number. So real number is broadly classified into rational number and irrational number. Okay. Rational number we usually denote
capital letter Q. So, this letter is rational number denote cheyan nammal use cheynathu. Appo namukku parayam Q, that is a rational number is equal to P divided by Q. But P and the Q and the where P and Q are integers. For integer we usually denote capital letter I or capital letter Z. These two letters are integers denote we use. So, either number name P by Q and the formula represent that is rational number. Okay. But the condition is Q is not equal to 0. Q is 0. Q 0 is Q 0 is suppose P is an integer. 1 so P is equal to 1. Q 0 is 1 by 0. That is equal to infinity or not defined. So Q should not be equal to 0. Q is equal to 0. P Q any integer, either positive integer or negative integer. But P can be 0. Right. For example, in 4 divided by 3. But 4 is the integer. 3 is the integer. So 4 by 3 is a rational number. I can write 2. This is an integer, right? Right, 2 is a positive integer. This is a rational number. I can write 2 is equal to 2 divided by 1. But 2 is an integer. That's why 1 is an integer. So 2 by 1 is a rational number. So we can say 2 is a rational number. Right. Suppose 0. Is it a rational number? Yes. It's a rational number. 0 I can write 0 is equal to 0 divided by 1. 0 is an integer and 1 is an integer. So 0 is a rational number. Right. And here minus 3 divided by 4. Is it a rational number? Of course, it is a rational number. Since minus 3 is an integer and 4 is also an integer. So minus 3 by 4 is a rational number. Rational number നമ്മൾ പറഞ്ഞു ഏതൊരു നമ്പറിനെയും P by Q ഫോമിൽ എഴുതിയാൽ അതെന്താ rational number. അപ്പോൾ rational numberനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. Either terminating decimal expansion or non-terminating recurring decimal expansion. ഇവിടെ നോക്ക് Q is equal to 2 raised to m into 5 raised to n. Right. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പം m എന്ന് പറഞ്ഞാൽ സപ്പോസ് 1 ആയിക്കോട്ടെ. n എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിന് -1. അത് നമുക്ക് Q നെ എങ്ങനെ എഴുതാം? എനിക്ക് Q നെ എഴുതാം Q is equal to 2 raised to m multiplied by 5 raised to -1. ഇയാൾ എങ്ങനെ എഴുതാം? 2 into 1 by 5. That is equal to 2 divided by 5. ഇവിടെ എന്താ 2 ഒരു integer ആണ്, 5 ഒരു integer ആണ്. So 2 by 5 is a rational number. ഇനി കൂടെ നോക്ക് 2 by 5 എന്ന് പറഞ്ഞാൽ എന്താ 2 divided by 5. ഞാൻ 2 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 പോകത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു 0 ഇട്ടു, ഒരു ഡോട്ട് ഇട്ടു, ഡോട്ട്. Then ഇവിടെ ഒരു 0 എഴുതി. എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. Right. So 2 by 5 that is equal to 0.5. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 2 by 5 എന്ന് പറഞ്ഞാൽ 0.4. Right. So 2 by 5 is equal to 0.4. So this decimal terminate ചെയ്യാണ്. 0.4 is terminating. So a rational number may be a terminating decimal expansion. നമുക്ക് another example എടുക്കാം. 5 divided by 2. What is 5 by 2? 5 by 2 is equal to 2.5. Here the decimal is terminating. That is 2.5. So 0.5 is a terminating decimal. This is a rational number. Here 5 is an integer and 2 is also an integer. Another classification under rational number. A number should be in the form non-terminating recurring. Recurring means repeating. So NTR, that is non-terminating recurring decimal expansion, is also a rational number. For example, like that 4 divided by 3. 4 by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 divided by 3 is equal to 1.3333. This 3 goes on.
Or we can write this is equal to 1.3. 3 line varakkya. This indicating 3 is repeating or recurring. Recurring means repeating. So this is a non-terminating. This 3 terminate cheyunnilla. This goes on to infinity. Etra 3 3 3 3 3 3 ingane continue. So non-terminating recurring decimal is also called as a rational number. For another example, suppose I have a number q is equal to 1.21. ഈ 2-1 മുകളിൽ ഞാനൊരു ലൈൻ വരച്ചു. അതെന്താ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്? അത് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് ഈ 2-1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1.21212121. This 21 goes on. This is a non-terminating recurring decimal. This is a rational number. അപ്പൊ rational number രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഡെസിമൽ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡെസിമൽ ടെർമിനേറ്റ് ചെയ്തില്ല ബട്ട് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റെക്കറിങ്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 1.1234. ഈ 234ന്റെ മുകളിൽ ഞാനൊരു ലൈൻ വരച്ചു. ഇതെന്താ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്? അത് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് ദിസ് 234 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 1.1234 again 234 again 234. ഈ 234 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതും ഒരു റാഷണൽ നമ്പർ ആണ്. സോ റാഷണൽ നമ്പർ രണ്ട് രീതിയിൽ എഴുതാം. ഐദർ എ ടെർമിനേറ്റിംഗ് ഡെസിമൽ or a non-terminating recurring, that is NTR. So a non-terminating recurring, that is NTR, is a rational number. Now what is an irrational number? An irrational number is non-terminating, non-recurring. That is non-terminating, non-repeating numbers are called an irrational number. For example, 1.276401345 goes on. This is non-terminating, non-recurring. That is, this is number is going on after this is there is numbers. There may be numbers. This goes on. So this is not terminating. So this is an example of an irrational number. Another example is root 2, square root of 2. Square root of 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.414213564. This goes on. This is not repeating but not terminating. This is an example of a irrational number. ഇനി another example നോക്ക്. root 3. എന്താ root 3യുടെ വാല്യൂ? root 3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7320508076 goes on. This is not repeating and not terminating. This is an irrational number. ഇനി നമുക്ക് ഇത് നോക്കാം. square root of 4. Square root of 4 is equal to 2. This is terminating. We can write 2 is equal to 2.0. This is a terminating decimal expansion and this is a rational number.